ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആചരിക്കുന്ന ദിവസമാണല്ലോ ഈസ്റ്റർ എന്ന പേരിൽ നാം ഓർക്കുന്ന ഈ വലിയ സന്തോഷത്തിൻ്റെ ദിവസം. ഈസ്റ്റർ സന്തോഷത്തിൻ്റെ ദിവസമാണ്. സന്തോഷത്തിന് പല കാരണങ്ങളുണ്ട്. എല്ലാം തകർന്നുപോയി എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് ഉത്ഥാനം എപ്പോഴും അനുഗ്രഹവും സന്തോഷവുമാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള പ്രത്യേകത, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ക്രിസ്തു ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യർത്ഥം, ക്രിസ്തു ഉയർക്കുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷ എല്ലാം വ്യർത്ഥമാണ്. ലോകത്തിൽ ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വെറും ഒരു മതം എന്നുള്ളതിലുപരിയായി ഈ സത്യം നിലനിൽക്കുന്നത്. ചില പ്രധാന സത്യങ്ങൾ ഈസ്റ്റർ നമ്മെ ഓർപ്പിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം, ധാരാളം ആളുകൾ, അന്നത്തെ സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ, രാജാക്കന്മാർ, മഹാപുരോഹിതന്മാർ, ന്യായാധിപ സംഘം, സന്നദ്ധി സംഘം തുടങ്ങിയ സമൂഹങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിച്ചേർന്നാണ് യേശുക്രിസ്തുവിനെതിരായി പല ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ ക്രൂശിത്തറച്ചത്. എല്ലാ കാലവും അങ്ങനെയാണ്. എല്ലാ കാലവും തിരുവചനത്തിൽ പറയുന്നുണ്ട്, പീലാത്തോസും ഹേരോദേവും ശത്രുക്കളായിരുന്നു. പക്ഷേ അവർ യേശുവിനെ ക്രൂശിക്കുന്ന കാര്യം വന്നപ്പോൾ അവർ രണ്ടും ഒന്നിച്ചായി. ശത്രു സൈന്യങ്ങളും വിവിധ ചേരികളിൽ നിൽക്കുന്നവരെല്ലാം ഒരു നല്ലവനെ കൊല്ലാൻ ഒന്നിച്ചുകൂടും എന്ന യാഥാർത്ഥ്യം അന്നും ഇന്നും കാണുന്ന ഒരു സത്യമാണ്. ഇവരുടെ ഈ കൂട്ടായ്മ നന്മയ്ക്ക് വേണ്ടിയല്ല, ഇവരുടെ ഈ കൂട്ടായ്മ നല്ല കാര്യം ചെയ്യാനല്ല, ഒരു സത്യവാനെ കുരിശിക്കാനുള്ള കൂട്ടായ്മയാണ്. ഇന്ന് ലോകത്തിൽ ധാരാളം കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവരും കണ്ണിൽ കണ്ടാൽ വൈരമുള്ളവരും ഒക്കെ ഒന്നിച്ചു കൂടുകയാണ് ഒരു പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ. അങ്ങനെ ക്രിസ്തു ഇവരുടെ ഒരു പൊതുശത്രുവായി മാറി. എങ്ങനെയാണ്? അവൻ തിന്മയോട് കോംപ്രമൈസ് ചെയ്യാൻ അവനാവില്ല. അവനൊരു സാധാരണ നേതാവല്ല. ക്രിസ്തു ദൈവപുത്രനാകയാൽ അവൻ ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ വലിയവനാണ്. ഒരു പൂവൻകോഴിയോട് ചോദിക്കുന്നൊരു ചോദ്യം എവിടെയോ കേൾക്കാനിടയായി. പൂവൻകോഴിയോട് ചോദിക്കുകയാണ്, നീ രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചുണർത്തുന്നല്ലോ. ഇന്നത് വലിയ പ്രസക്തി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബാല്യകാലങ്ങളിൽ രാവിലെ കോഴി കൂവുമായിരുന്നു. ആ കോഴി കൂവുന്നതാണ് ഉണരാനുള്ള ശബ്ദം. ഒന്നാമത്തെ സൈറൻ പോലെ കോഴി കൂവും, എല്ലാവരും എഴുന്നേൽക്കും. കോഴിയോട് ചോദിക്കുകയാണ്, നീ എല്ലാവരെയും ഉണർത്തുന്നവനാണല്ലോ, പക്ഷേ ആളുകൾ നിന്നെ കൊല്ലുകയാണല്ലോ, പൂവൻകോഴിയെ കൊല്ലുന്നല്ലോ, എന്തുകൊണ്ടാണ്? കോഴിയുടെ നിശബ്ദമായ തിരിച്ചുള്ള ഉത്തരം, ഉണർത്താൻ വന്നിട്ടുള്ളവരെ ആരെയാണ് വെറുതെ വിട്ടിട്ടുള്ളത്? ഉണർത്തുന്നവരെയെല്ലാം എക്കാലവും കൊന്ന ചരിത്രമേ ഉള്ളൂ. ഇവിടെ ഉണർത്തുന്നവരെയെല്ലാം കൊന്നിട്ടുള്ള ചരിത്രം. ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ കഴുത്ത് വെട്ടിയ കാലം. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും ദേവാലയത്തിലേക്ക് നോക്കി അവിടെ നാണയം മാറുന്നവരെയും പ്രാക്കളെ വിൽക്കുന്നവരെയും അവരുടെ മേശകളും പീഠങ്ങളും വലിച്ചെറിച്ച ചാട്ടവാർ വീശവനെ കൊല്ലുന്ന സന്ദർഭം. എക്കാലവും അങ്ങനെ തന്നെ. അവരെല്ലാം ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ ആർപ്പുളിയായിരുന്നു. യേശുവിനെ ക്രൂശിത്തറച്ചു, അവൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ചു.
എന്നാൽ ഒരു കാലത്തും സത്യത്തെ കുരിശിൽ ആവില്ല. ഒരു കാലത്തും സത്യത്തെയും സത്യവാനെയും മറയ്ക്കാനാവില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അതിരാവിലെ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ആദ്യം മുതൽ വായിച്ചാൽ, അതിരാവിലെ മഗ്ദലക്കാരത്തി മറിയയും ചില സഹോദരിമാരും ചേർന്ന് യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നു. 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിൻ്റെയും പ്രിയനായ മറ്റേ ശിഷ്യൻ്റെ അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലിറങ്ങി ഓടി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. ഈ വാക്യങ്ങൾ 20-ാം അധ്യായം മുഴുവനായി ഭവനത്തിൽ വായിക്കുക. അതിൽ നിന്ന് കേൾക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം, സത്യം ഒരിക്കൽ ജയിക്കും. സത്യവാൻ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ സാഹചര്യങ്ങളിൽ നോക്കൂ, ചുറ്റുപാട് നോക്കൂ. നിരപരാധികളെ ക്രൂശിൽ തറച്ചിട്ടുള്ള, നിരപരാധികളെ കല്ലെറിഞ്ഞിട്ടുള്ള, നിരപരാധികളെ ജയിലിലടച്ചിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ. കാലങ്ങൾക്ക് ശേഷം അതൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ നിൽക്കുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന പാഠങ്ങളാണിത്. ഒന്നിച്ചു കൂടിയവരെല്ലാം ഇന്ന് ശിഥിലമായിപ്പോയി. അവിശുദ്ധ കൂട്ടുകെട്ടുകളെല്ലാം തകർന്ന് തരിപ്പണമാകും. ഏതാനും ദിവസത്തേക്ക് മാത്രം നിൽക്കും. അത് കഴിയുമ്പോൾ ഇല്ലാതെയാകും. അവിടെ കാവൽ നിന്ന കാവൽക്കാർക്ക് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറയണം ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശരീരം ആരോ എടുത്തുകൊണ്ട് പോയെന്ന്. കൈക്കൂലി കൊണ്ട് മറയ്ക്കാം സത്യമെന്നാരും വിചാരിക്കരുത്. അന്നും ഇന്നും കൈക്കൂലി കൊടുത്ത് സത്യത്തെ മറയ്ക്കുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്തിലുണ്ട്. കുറച്ച് നാൾ നിൽക്കും, പിന്നീട് നിലനിൽക്കില്ല. ഇത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം പഠിപ്പിക്കുന്ന പാഠമാണ്. എന്നാൽ ഉദ്ധിതനായ കർത്താവ് നമ്മയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇന്ന് ഈ ഉത്ഥാന നാളിൽ, ഉയർപ്പിൻ്റെ നാളിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സമാധാനം. ഉയർക്കപ്പെട്ട കർത്താവിന് മനസ്സിലായി, താൻ ക്രൂശിൽ മരിച്ചിട്ടും താൻ കഷ്ടത അനുഭവിച്ചിട്ടും ജനത്തിന് ഇന്നും ഇല്ലാത്തത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർ വാതിലടച്ച് അകത്തിരിക്കുമ്പോഴും അവൻ കയറി പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു ഉദ്ധിതനായ കർത്താവ് വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ ധാരാളമായിട്ട് കാണാം. കോമണായി അതേക്കുറിച്ച് ചില വാക്കുകൾ കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഉയർക്കപ്പെട്ട കർത്താവ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്. സ്ത്രീയെ, 13-ാമത്തെ വാക്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? സ്ത്രീയെ നീ കരയുന്നതെന്ത്? ഉദ്ധിതനായ കർത്താവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിവസം വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇന്ന് ലോകം കരയുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതികളാൽ കരയുകയാണ്. നിരപരാധിയായ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും കരയുകയാണ്. ലോകം മുഴുവൻ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി കരയുകയാണ്. ആറ്റുനോറ്റ് വളർത്തിയ മക്കളുടെ അവരുടെ താന്തോന്നിത്തരങ്ങൾ കൊണ്ട് കരയുന്ന അനേകം മാതാപിതാക്കൾ, ശാരീരിക അസ്വസ്ഥതകളാൽ കരയുന്നവർ. ഉയർക്കപ്പെട്ട കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ഈ ദിവസം ദൈവസന്നിധി ചെന്ന് നിൻ്റെ കരച്ചിലിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാം. കർത്താവേ, എൻ്റെ കുടുംബം ഇന്ന് കരച്ചിലിലാണ്. കരച്ചിലിൻ്റെ അവസ്ഥ നിനക്ക് പറയാം. അവനതിന് പരിഹാരം നൽകും.
നമ്മുടെ കണ്ണുനീർ കാണാൻ കർത്താവിന് കഴിയും. കല്ലറയ്ക്കലേക്ക് ചെന്ന മഗ്ദലക്കാരത്തി മറിയ, അവളുടെ കയ്യിൽ സുഗന്ധവർഗ്ഗങ്ങളുണ്ട്. സ്ത്രീയെ, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് കർത്താവ് ചോദിച്ചില്ല. നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ ചോദിച്ചേനെ, ഞാനാണെങ്കിൽ ചിലപ്പോൾ ചോദിച്ചേനെ. നമ്മുടെ കയ്യിലിരിക്കുന്ന സുഗന്ധവർഗത്തേക്കാൾ, നിൻ്റെ കയ്യിലിരിക്കുന്ന സംഭാവനയേക്കാൾ, നിൻ്റെ കയ്യിലിരിക്കുന്ന നേർച്ചയേക്കാൾ ദൈവം ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഐറ്റം അവരുടെ കണ്ണിലൂടെ വരുന്ന കണ്ണുനീരാണ്. ഈ ഈസ്റ്റർ ദിവസത്തിൽ സന്തോഷിക്കാനുള്ളതാണ്. പക്ഷേ കണ്ണുനീരോടെ ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ കരച്ചിൽ എന്തിനാണ്? കരച്ചിൽ ഇറക്കി വെച്ച് സന്തോഷത്തോട് പോകൂ. അതിനുള്ള ദിവസമാണ് ഈ ദിവസം. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നിൻ്റെ കണ്ണുനീർ അവന് മനസ്സിലാവും. കാരണം അവൻ വേദന അനുഭവിച്ചവനാണ്, അവൻ ഭാരം അനുഭവിച്ചവനാണ്, അവൻ ദുഃഖം അനുഭവിച്ചവനാണ്, അവൻ ആണിയുടെ അടിയേറ്റവനാണ്. ഞാൻ വളർത്തിക്കൊണ്ട് വന്നവന്മാരെല്ലാം എന്നെ കളഞ്ഞിട്ട് പോയതാണ്. 3.5 കൊല്ലം കൂടെ കൊണ്ട് നടന്ന് ഉപദേശം കൊടുത്ത് പഠിപ്പിച്ചവൻ തന്നെ ഒറ്റുകൊടുത്തതാണ്. അതുകൊണ്ട് അവനാ വേദന മനസ്സിലാവും. താൻ കൂടെ കൊണ്ട് നടന്നവൻ അവനെ കുരിശിൽ തറച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിനു മുമ്പ് വന്ന്, ഒരിക്കൽ 5000 പേര് കൂടെ വന്ന് ഭക്ഷണം കഴിച്ചതാണ്, ഒരിക്കൽ 4000 പേര് വന്ന് ഭക്ഷണം കഴിച്ചതാണ്. അതുമാത്രം തന്നെയാണെങ്കിലും 9000 പക്ഷേ കുരിശിൽ തറച്ചപ്പോൾ ഒറ്റയൊരുത്തനോടില്ല. നന്ദികേടിൻ്റെ സംസ്കാരം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞതാണ്. താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. നാം ഇന്ന് അനുഭവിക്കുന്ന ഏതെല്ലാം വേദനകളുണ്ടോ, ആ വേദനകളിലൂടെ എല്ലാം അവൻ കടന്നുപോയവനായതുകൊണ്ട് അവന് നിൻ്റെ വേദന മനസ്സിലാവും. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, സ്ത്രീ, നീ കരയുന്നത് എന്ത്? അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിവസത്തിൽ കരഞ്ഞുകൊണ്ട് പോകാനല്ല, നിൻ്റെ കരച്ചിൽ ഇവിടെ സമർപ്പിച്ചിട്ട് സന്തോഷത്തോடு പോകാനാണ് ദൈവം ഈ ഈസ്റ്ററിൽ നിന്നെ കൊണ്ടുവച്ചിരിക്കുന്നതും നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. ആ സന്തോഷമാണ്, ഉയർപ്പിൻ്റെ സന്തോഷം. അതാണ്. രണ്ടാമത് കർത്താവ് ചോദിക്കുകയാണ്, 20-ാമത്തെ അധ്യായം 15-ാം വാക്യം, യോഹന്നാൻ, നീ ആരെ തിരയുന്നു? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവാന്വേഷണം ദൈവം മനസ്സിലാക്കും. കർത്താവേ, ഞാൻ നിന്നെയാണ് അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം കാണും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം കാണും. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവാന്വേഷണം. വേറെ എല്ലാ അന്വേഷണങ്ങളും ചിലപ്പോൾ ചിലർ കണ്ടെന്നിരിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരാരും അവരുടെ അന്വേഷണം ദൈവം കണ്ടിട്ടുണ്ട്. അവങ്കിലേക്ക് നോക്കിക്കോ, അവരെല്ലാം പ്രകാശിതരായിട്ടുണ്ട്. അതിൻ്റെ സമയം നമ്മൾ പറയുന്ന പോലെ അല്ലെന്നേ ഉള്ളൂ. അവനെ അന്വേഷിക്കുന്നവർ പ്രകാശിതരാകും. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം, നീ ആരെ അന്വേഷിക്കുന്നു? എന്താണ് നിൻ്റെ അന്വേഷണം? നിൻ്റെ അന്വേഷണം എന്ത്? മൂന്നാമത്, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇവിടെ നിന്ന് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ചിത്രമാണ്. അവരങ്ങോട്ട് പോകുക. അവർ പോകുമ്പോൾ 24-ാമത്തെ അധ്യായം മുഴുവനായി വായിച്ചാൽ കാണാം, ഇവർ വിഷമിച്ച് പോവുകയായിരുന്നു. അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ വാദിക്കുന്നതെന്ത്? 24-ാം അധ്യായം 17-ാം വാക്യം. അവർ വാടി തളർന്നു പോവുകയാണ്, വിഷാദിച്ച് പോവുകയാണ്, നിരാശപ്പെട്ടു പോവുകയാണ്. എന്താ നിങ്ങളെന്താണ് വഴിയിൽ നിന്ന് വാദിക്കുന്നത്? അവർ പരസ്പരം പറയുകയാണ്, നമ്മുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹം ദൈവരാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞു, ഒന്നും സ്ഥാപിച്ചില്ല. അദ്ദേഹത്തെ എല്ലാവരും കൂടെ കുരിശിൽ തറച്ചു,
ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നിരാശയിലാണ് ഇപ്പോൾ ഇവർ. നിരാശയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. യേശു ചോദിച്ചു, നിങ്ങൾ വഴിയിൽ വാദിക്കുന്നത് എന്താണ്? ഈസ്റ്ററിൻ്റെ ദിവസം നമ്മോട് ഓർപ്പിക്കുകയാണ്, യേശു ക്രിസ്തു അവൻ കഷ്ടം അനുഭവിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ക്രിസ്തീയ പ്രത്യാശയിലെ ഉത്ഥാനം എന്താണ്? കഷ്ടമനുഭവിച്ച് ഉത്ഥാനം പ്രാപിക്കും. കുരിശ് വരിച്ചിട്ട് മാത്രമേ ഉത്ഥാനം ഉണ്ടാവുള്ളൂ. നമുക്കെല്ലാവർക്കും ഉയർപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുരിശ് വരിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അവൻ കഷ്ടമനുഭവിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവിതത്തിലെ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ കഷ്ടമനുഭവിക്കാനും തയ്യാറാകണം. കഷ്ടം അനുഭവിച്ച് വരുന്നവർക്കാണ് ഉത്ഥാനം. ദുഃഖവെള്ളിയാഴ്ചയിലൂടെ കടന്നു പോകുമ്പോഴാണ്, ദുഃഖവെള്ളിയാഴ്ചയിൽ നിന്ന് ഡയറക്റ്റ് ഈസ്റ്ററിലേക്ക് കടക്കില്ല. ദുഃഖവെള്ളിയാഴ്ചയ്ക്കും ഈസ്റ്ററിനും ഇടയിൽ ഒരു സൈലൻറ്റ് സാറ്റർഡേ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞെങ്കിലേ ഉയർപ്പിലേക്ക് വരുള്ളൂ. ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നീ ഇപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയുടെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിലൂടെയാണോ? നിനക്കൊരു ഉത്ഥാനം ഉണ്ടാവും. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും. നിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകും. എന്നിട്ടൊന്നും ആയില്ലല്ലോ? ആയില്ല. ഒരു സൈലൻറ്റ് സാറ്റർഡേ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദെർ ഈസ് ആൻ അപ്പോയിൻറ്റഡ് ടൈം ഫോർ എവറിതിങ്. കർത്താവിനൊരു സമയമുണ്ട്. അവൻ അന്ന് ഉയർത്തെഴുന്നേൽക്കും. അന്ന് നിരാശപ്പെട്ടവൻ പ്രത്യാശയോടെ നിൽക്കും. ഭാരപ്പെട്ട് ഓടിയവർ കൂട്ടത്തോട് തിരിച്ചു വരികയാണ്. ഉയർപ്പ് നിരാശപ്പെട്ടവന് പ്രത്യാശ കൊടുക്കുന്നതാണ് ഉത്ഥാനം. വാടിത്തളർന്ന് എമ്മാവൂസിലേക്ക് പോകുന്നവനെ അത്ഭുതകരമായി സന്തോഷിപ്പിക്കുന്നതാണ് ഉത്ഥാനം. വീണ്ടും അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോ. ലൂക്കോസ് 24:38 പറയുന്നതാണ്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത്? 3-4 ചോദ്യം ചോദിക്കുക. കലങ്ങുന്നതെന്ത്? ഭാവി ആശങ്കയിലാണെന്ന് കരുതി കലങ്ങുകയാണ്. നിന്നെ സൃഷ്ടിച്ചവൻ നിൻ്റെ ഭാവിയും നോക്കാൻ പര്യാപ്തനാണ്. ഇവനെ ആരെയും കണ്ടുകൊണ്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. നിൻ്റെ ഭാവി ആശങ്കയിലാണെന്ന് വിചാരിക്കുന്നെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിൻ്റെ ഭാവി ആശങ്കയിലല്ല. അവൻ നിന്നെ കരുതുന്നവനാണ്. അതുകൊണ്ട് ഉത്ഥാനം വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ദുഃഖവെളിയിൽ നിന്ന് ഉയർപ്പിലേക്കുള്ള യാത്രയാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്. സത്യം തോറ്റ സന്ദർഭങ്ങളുണ്ടാവാം. അത് ജയിക്കുന്ന സന്ദർഭമാണ്. കുഴിച്ചിട്ടത് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭമാണ്. നിൻ്റെ കണ്ണുനീർ ഫലം കാണുന്ന സന്ദർഭമാണ്. നീ വാതിലടച്ചിരുന്നാലും സമാധാനമായി അകത്ത് കയറി വരുന്ന സമാധാനമാണ്. ഈ സന്തോഷമാണ് ഉയർപ്പിൻ്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ പലർക്കും സന്തോഷമാണ്. അത് കള്ളുകുടിക്കാനും അന്ന് ബഹളമുണ്ടാക്കാനും ഉള്ള സന്തോഷമല്ല. ദൈവം തരുന്ന സന്തോഷം. ദൈവം ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ ജീവിതത്തിലെ വേദനകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. അവനെൻ്റെ സമാധാനം, അവനെൻ്റെ ശാന്തി. ഈ ഈസ്റ്റർ നാളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. വാടിത്തളർന്ന് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യ, നീ സന്തോഷത്തോടെ കണ്ണു തുറക്കുന്ന ദിവസമായി തീരട്ടെ. നിൻ്റെ ജീവിതത്തിൻ്റെ നിരാശ മാറി പ്രത്യാശയാകുന്ന ദിവസമാകട്ടെ. യേശു ഉയർക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അനേകായിരങ്ങൾ ഇന്നും കർത്തൃസന്നിധിയിൽ അടുത്തുകൂടുന്നത്. ഇതിനെ കൊല്ലാൻ ധാരാളം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ക്രിസ്തുവിനെയും ക്രിസ്തു സംവിധാനത്തെയും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അവനിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. അവൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ വീണ്ടെടുപ്പും ആകുന്നു. ആ ഉദ്ധതനായ കർത്താവിൻ്റെ പ്രത്യാശയും അനുഗ്രഹങ്ങളും
എല്ലാവരോടും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 2026 ഈസ്റ്ററിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.